നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ജപ്പാൻ നാടോടി കഥയാണ്. ആ കഥ ഇതാണ്: ചായപാത്രമായി മാറിയ ഒരു നായുടെ കഥ. ഒരിടത്തൊരു ഗ്രാമത്തിൽ ഒരു വൃദ്ധനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും താമസിച്ചിരുന്നു. രണ്ടുപേരും പ്രായമാണ്. അവർ പരമ ദാരിദ്ര്യ അവസ്ഥയിലാണ് കഴിഞ്ഞിരുന്നത്. മലമ്പ്രദേശത്ത് പോയി വിറക് വെട്ടി കൊണ്ടുവന്ന് വിറ്റ് അതിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ വൃദ്ധ ദമ്പതികൾ അവരുടെ ജീവിതം കഴിച്ചു പോന്നിരുന്നത്. ഒരു ദിവസം വൃദ്ധൻ പതുപോലെ മലമ്പ്രദേശത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ വഴിയിൽ 3 കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഒരു പട്ടിയെ കെട്ടിയിട്ട് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് ആ വൃദ്ധൻ കണ്ടു. അത് കണ്ടപ്പോൾ അയാളുടെ ഹൃദയം വേദനിച്ചു. അയാൾ ആ കുട്ടികളോട് പറഞ്ഞു, ജീവനുള്ള ഒരു മൃഗത്തോടും ഇത്ര ക്രൂരമായി പെരുമാറുന്നത് ശരിയല്ല. ഈ പട്ടിയെ നിങ്ങൾ എനിക്ക് വിട്ടു തന്നേക്കാമെങ്കിൽ ഞാൻ പകരം കുറച്ച് രൂപ നിങ്ങൾക്ക് തരാം. വൃദ്ധൻ്റെ കയ്യിൽ നിന്ന് ആ രൂപ വാങ്ങി കുട്ടികൾ പട്ടിയെ ആ വൃദ്ധന് കൊടുത്തു. അവർ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടി ഓടിപ്പോയി. ആ പട്ടിയുടെ കഴുത്തിൽ കെട്ടിയിരുന്ന കയറ് അഴിച്ചു കളഞ്ഞിട്ട് ആ വൃദ്ധൻ പട്ടിയെ സ്വതന്ത്രമാക്കി വിട്ടു. പിന്നീട് അതിൻ്റെ പുറത്ത് തലോടിക്കൊണ്ട് വൃദ്ധൻ പറഞ്ഞു, പകൽ സമയത്ത് നീ ഇങ്ങനെ ഗ്രാമത്തിലൊന്നും അലഞ്ഞു നടക്കരുത്. ഇനിയും കരുണയില്ലാത്തവർ ആരെങ്കിലും കണ്ടാൽ നിന്നെ ഉപദ്രവിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കണ്ട, ഓടിക്കോ. കാട്ടിൽ നിൻ്റെ ഇരിപ്പിടത്തിലേക്ക് ഓടിപ്പൊക്കൂ. ആ പട്ടി വാലാട്ടി കാണിച്ചിട്ട് ഓടിപ്പോയി. ആദ്യത്തെ ചില ആഴ്ചകൾ വൃദ്ധൻ ഈ സംഭവത്തെപ്പറ്റി ഓർത്തുകൊണ്ടിരുന്നു. പിന്നീട് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ഇതേപ്പറ്റി വല്ലപ്പോഴും ഓർത്തെങ്കിലായി. 1 വർഷം കഴിഞ്ഞപ്പോൾ ആ പട്ടിയെപ്പറ്റി അയാൾ പൂർണ്ണമായി വിസ്മരിച്ചു കഴിഞ്ഞിരുന്നു. പുതുവർഷം അടുത്തുകൊണ്ടിരുന്നു. അയാൾക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യം നേരിട്ടു. എന്താണ് ചെയ്യേണ്ടതെന്ന് ആ വൃദ്ധന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. ഓരോന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ പതിവ് പോലെ മലമ്പ്രദേശത്തേക്ക് പോയി. മലമ്പ്രദേശത്തെത്തിയപ്പോൾ പെട്ടെന്ന് വൃദ്ധൻ്റെ മുമ്പിൽ ഒരു പട്ടി വന്നു നിന്നു. അവിചാരിതമായി ആ ഒരു പട്ടിയെ കണ്ടപ്പോൾ കിഴവൻ ഒരു ഉൾക്കിടിലമുണ്ടായി. സ്നേഹമുള്ള കാരണവരെ, മുമ്പൊരിക്കൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ രക്ഷിച്ചുവിട്ട പട്ടിയാണ് ഞാൻ. താങ്കൾ വളരെ വിഷാദവാനായി കാണപ്പെടുന്നുവല്ലോ. എന്താണ് താങ്കളുടെ ദുഃഖത്തിൻ്റെ കാരണം എന്ന് ആ പട്ടി കിഴവനോട് കുശലം ചോദിച്ചു. ഇങ്ങനെ മനുഷ്യരെ പോലെ സംസാരിക്കുന്ന ഈ പട്ടിയുടെ ചോദ്യം കേട്ടപ്പോൾ കിഴവന് അത്ഭുതം തോന്നി. ഈ വർഷം അവസാനിക്കാൻ പോകുന്നു. പുതുവർഷം ആരംഭിക്കുവാൻ ഇനിയും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എനിക്ക് മതിയായ വരുമാനമില്ല. അതാണ് ദുഃഖത്തിനുള്ള കാരണമെന്ന് വൃദ്ധൻ സന്തോഷത്തോടെ ആ പട്ടിയോട് പറഞ്ഞു. താങ്കൾ ഇനിയും ദുഃഖിക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാനിപ്പോൾ